വെൽക്കം ബാക്ക് ടു ഡിപ്ലോയിങ് ഹാപ്പിനെസ്. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ്. ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പാണ്. നമ്മളുടെ ദാമ്പത്യം വളരെ നാളെ ഇങ്ങനെ കൊണ്ടുപോകാൻ സന്തോഷത്തോടുകൂടി എന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ എല്ലാം തരിക. ഇനി ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്കറിയാം, രണ്ട് ഡിഫറെൻ്റായ സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ ഒന്നിക്കുകയാണ്. ഡിഫറെൻ്റ് സാഹചര്യത്തിൽ ജീവിച്ചവർ തമ്മിൽ ഒന്നിക്കുന്നതാണ് വിവാഹം. അപ്പോൾ വിവാഹബന്ധത്തിലൂടെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ലൊരു ദാമ്പത്യം, അന്ന് തന്നെ എല്ലാവരും ആശീർവദിക്കുന്ന നീണ്ട ദാമ്പത്യം നിങ്ങൾക്ക് കിട്ടട്ടെ എന്നൊക്കെ ആശീർവദിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുക എന്നൊന്ന് നോക്കാം. അതായത് നമുക്കറിയാമല്ലോ, ബോത്ത് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കുക, പാർട്ട്ണറെ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് എല്ലാവരും കുറ്റം കുറവുള്ളവരാണ്, എല്ലാവരും പരിപൂർണമായിട്ട് കുറ്റം മറ്റതല്ല. അപ്പോൾ അതുകൊണ്ട് കുറ്റത്തോടുകൂടെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഡ്രോബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടുകൂടെ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ തന്നെ നമുക്കൊരു ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ലോങ് ലാസ്റ്റ് ചെയ്യാനുള്ളൊരു ഇഷ്ടം കടന്നുകൂടും. അത് ഹസ്ബൻഡ് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ടൈം, ഇൻട്രസ്റ്റ് അതെല്ലാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡിഫറെൻ്റ് എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും രണ്ടുപേർക്കും. അത് രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഷ്യൻസ്. അത് ക്ഷമ എന്നുള്ളത് വളരെയധികം അണ്ടർലൈൻ ചെയ്ത് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പെട്ടെന്നൊരു ഒച്ച വെച്ച് ഒരു ആൻസർ പറയാതെ എപ്പോഴും ക്ഷമയോടുകൂടി മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതാണ് എപ്പോഴും. പിന്നെ അത് മെച്യൂറായ ആളുകളായിരിക്കുക. മെച്യൂരിറ്റി കിട്ടുന്നത് കുറേ എക്സ്പീരിയൻസിൽ കൂടി. എന്നാൽ മെച്യൂരിറ്റിയിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാനും അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും സ്റ്റാൻഡപ്പ് അലോൺ നമുക്ക് സ്വന്തമായി നിലനിൽക്കാനും അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഇങ്ങനെ മെച്യൂറായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുകയാണെങ്കിലും അത് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിനെ കുട്ടിക്കളിയല്ലാതെ എല്ലാ കാര്യത്തിനും ഒരു മെച്യൂരിറ്റി കാണിക്കാം. ഇനി ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പിന് എപ്പോഴും കോൺവെർസേഷൻ മസ്റ്റാണ്. അതായത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യം പറയാനും ഉള്ളൊരു സധൈര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും നമ്മളുടെ പ്രോബ്ലം അവരോടും അവരുടെ പ്രോബ്ലം നമ്മളോടും പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വിവാഹബന്ധം നീണ്ടു നിൽക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വിനയം എന്ന് വെച്ചാൽ അത് വളരെ ഒരു നല്ലൊരു, ആരെ കാണുമ്പോഴും ഒരു വിനയത്തോടുകൂടി പെരുമാറുന്ന ആളുകളെല്ലാവരും ഇഷ്ടപ്പെടും. അതേപോലെ വളരെ സൈലൻ്റായിട്ട് സംസാരിക്കുക, ഒച്ച വെച്ച് ബഹളം വെച്ച് സംസാരിക്കുക, സൈലൻ്റായിട്ട് സംസാരിക്കുന്നവരെയും നമുക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കും. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ മസ്റ്റാണ്. അത് എപ്പോഴും അവർ തുറന്ന് ഒരു പറച്ചിലിന് ഒരു സമയം കണ്ടെത്തണം. ഇനി പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല, പക്ഷേ അത് കോംപ്രമൈസിൽ എത്തിയിട്ട് വേണം സംസാരിക്കാൻ. ക്ഷമ പറയുന്നതിലും തെറ്റില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒരാൾ ഒത്തിരി ഇതായാൽ അത് ആ ബന്ധത്തെ ഉടയ്ക്കുന്ന ഒരു സോറിയൊക്കെ പറയാം. ക്ഷമാപണം നടത്തുന്നതും തെറ്റില്ല. നിങ്ങളുടെ വശത്തുനിന്ന് തെറ്റ് വന്നാൽ നിങ്ങൾ തെറ്റാണെന്ന് സമ്മതിക്കുകയും സോറി പറയുകയും ചെയ്യുക. ഇനി ബി പേഷ്യൻ്റ് എന്ന് പറഞ്ഞില്ലേ, എടുത്തയാടിയുള്ള ചിലരുടെ തീരുമാനങ്ങളും ഒച്ചയും ബഹളമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതൊരു ഒലച്ചിൽ ദാമ്പത്യം വരും. കാരണം അയ്യോ എനിക്കത് പൊരുത്തപ്പെട്ട് പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ ഇതായിട്ട് അവിടെയും ഈ മെച്യൂരിറ്റി തന്നെയാണ് അവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മെച്യൂറായ ആളുകളെ പോലെ പെരുമാറുക. ഇനി ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രണ്ടാൾക്കും രണ്ടാളുടെ ഇഷ്ടങ്ങളുണ്ടാകും. അത് രണ്ടും നടപ്പിലാക്കാൻ നോക്കുക. അല്ലാതെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം മാത്രം കാണുക അല്ലെങ്കിൽ വൈഫിൻ്റെ ഇഷ്ടം വളരെയധികം തള്ളിക്കളയുക, അങ്ങനെയല്ല. രണ്ടുപേരുടെ ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുക്കുക. ഇനി ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ എപ്പോഴും അതിനോട് വിധേയത്വം കാണിച്ച് അതിനെ ഇഷ്ടപ്പെടുന്നത് അത് പ്രകടിപ്പിക്കുക. ആ സ്നേഹം ഇവിടെ അതാണ് വരുന്നത്. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, പൈസ അല്ലെങ്കിൽ ബാങ്കിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതൊക്കെ രണ്ടുപേരും കൂടെ ഒത്തുപോകുക. രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ ഒരാളെ കീശയിൽ നിന്ന് തന്നെ പോട്ടേന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കീശയിൽ നിന്ന് തന്നെ പോട്ടേൻ്റെ അതൊക്കെ സേവിങ്സ് അങ്ങനെ ആവാൻ പാടില്ല. രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. കുട്ടികളുടെ കാര്യങ്ങളായാലും അതായത് അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ആ റെസ്പോൺസിബിലിറ്റീസ് വീട്ടിലായാലും എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക. ഇനി
നമ്മൾക്ക് അറിയാം പെർഫെക്റ്റായിട്ട് ഒരാളും ചേഞ്ച് ആക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുക എൻ്റെ വീട്ടിലേക്കല്ലേ വന്നത്, അവൾക്ക് ഇത്തിരി ഇതായാലൊന്നും അവളുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുത്തുകൂടെ, അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അങ്ങനെ കുറേ മുൻവിധിയോടുകൂടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നീ മാറണം, അതൊന്നും മാറാൻ പറ്റില്ല. അവർക്ക് ജനിച്ച് വളർന്ന എല്ലാ സാഹചര്യത്തിൽ നിന്നും അവരിൽ ഉടലെടുത്ത കുറേ പേഴ്സണാലിറ്റി ഉണ്ടാവും. അതൊന്നും മാറ്റി മറിച്ച് വേറെ ഒരാളായിട്ട് പുതിയ ജീവിതത്തിൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് അല്ലാത്ത പാർട്ട്ണറായാലും അവരെ ചേർത്ത് പിടിക്കാനുള്ള മാനസികമായ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കണം, അതാണ് വേണ്ടത്. ഇനി ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഹാർഡ് ഡേയ്സൊക്കെ ഉണ്ടാകും, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊരു ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നീങ്ങുക. അപ്പോഴത്തേനും നിരാശ ആയി പ്രശ്നങ്ങളിലേക്ക് പോകാതെ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിനെസ് മാത്രമല്ല, സാഡ്നെസ് ഉണ്ടാവും, ചിലപ്പോൾ ഹാർഡ്ഷിപ്പ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാകും, പണപരമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാനുള്ളൊരു മാനസികം രണ്ടുപേരും എടുക്കുക. പിന്നെ മറ്റുള്ളവരുടെ പ്രാക്ടീസ് എമ്പതി എന്ന് വെച്ചാൽ നമ്മളുടെ മറ്റുള്ള ആളുകളുടെ എമ്പതി, അവരുടെ മാനസികാവസ്ഥ കേൾക്കാനും അതിനോട് പ്രതികരിക്കാനൊക്കെ ഉള്ളൊരു നല്ല മനസ്സ് ഉണ്ടാക്കിയെടുക്കണം ഹസ്ബൻഡും വൈഫും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ടാൾ തമ്മിലുള്ള ജീവിതം മാത്രമല്ല, രണ്ട് വീടുകൾ, രണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം കൂടെ നിലനിർത്താൻ ഈ എമ്പതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ട നല്ല കാര്യങ്ങളാണ് എമ്പതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ് നമ്മളുടെ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഹാപ്പി ആയിട്ട് നമുക്കൊരു നല്ല ജീവിതം നീട്ടിക്കൊണ്ട് പോകാം, കുട്ടികളോടൊത്ത്, ഫാമിലിയോടൊത്ത്, പാരൻസിനോടൊത്ത്. അപ്പോൾ രണ്ടുപേരും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മാത്രമേ, പ്ലാൻ ചെയ്ത് ജീവിച്ചാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇനിയൊരു ടോപ്പിക്കായി വീണ്ടും വരാം. താങ്ക് യു.